മത്തിയാണേലും അയിലയാണേലും ഏതാണേലും കുഴപ്പമില്ല, ഒരു തവണയെങ്കിലും ഫ്രൈ ചെയ്യാതെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സംഭവം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തില്ല. നിങ്ങൾക്ക് തല വേണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞോളൂ, കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുക. ഇനി നമുക്കിതിനുള്ള പൊടികളൊന്ന് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. എരിവൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി, വാളംപുളിയാണ്, അത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അത് ഞാൻ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് ലൂസല്ല, കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത്. എന്നിട്ട് നമുക്ക് മീനെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പം നമ്മൾ ഏകദേശം മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കില്ല, ഏകദേശം അതേപോലെ തന്നെ കിട്ടും. പക്ഷേ ചോറിന് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു മൺചട്ടി എടുക്കാം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം 1 ടേബിൾ സ്പൂൺ അത്രയൊക്കെ മതി. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചെറുതായിട്ട് പിച്ചിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി ഞാനൊന്ന് തൊലി കളഞ്ഞിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും വെളുത്തുള്ളീൻ്റെ. പിന്നെ പച്ചമുളക്, അത് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചൊക്കെ ഞാൻ അവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഈ മീനൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇത് എനിക്ക് നെത്തോലി വെച്ചിട്ട് ചെയ്യാം, അയില വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ ചെയ്യേണ്ട. അതിന് മുമ്പായിട്ട് നമ്മൾ മസാല ഉണ്ടാക്കി ആ ഒരു പാത്രത്തിൽ തന്നെ മസാല ബാക്കി ഉണ്ടാവും. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, വളരെ കുറച്ച് മതി, ഏകദേശം 1/2 കപ്പോളം വെള്ളം അത്രേ ഉണ്ടാവുള്ളൂ. അത് ഇതിൻ്റെ മേലെ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ, ഇത് തിളച്ചൊന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ഇതേ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, ഏകദേശം 3/4 ഭാഗം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കുക. ഈ ഒരു കുറഞ്ഞ മസാല ഉണ്ടല്ലോ, ഈ മസാല ചോറിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒറ്റ മീനും കുറച്ച് മസാലയും മതി. അപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ. ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പം കിട്ടുന്ന ഒരു നെയ്മത്തിയൊക്കെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.